ഹായ് എവ്രി വൺ. ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. എത്ര ബ്ലോക്കുകളുണ്ട്, എത്ര യൂണിറ്റുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്ലാസ്സിലോട്ട് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യൂണിറ്റ് 1 ഓഫ് ബ്ലോക്ക് 1. നമ്മളെല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ മൊബൈൽ ഫോണിൻ്റെ റെസൊല്യൂഷൻ 1080p ആണ്, അല്ലെങ്കിൽ ഇത് ഹൈ ഡെഫിനിഷൻ സ്ക്രീനാണ്, അല്ലേ, ഡിസ്പ്ലേ ആണ്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കേസിലാണെങ്കിലും മൊബൈൽ ഫോണിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ കാണുന്ന അതിൻ്റെ സ്ക്രീനിൽ നമ്മൾ എത്ര ക്ലാരിറ്റിയിൽ കാണുന്നുണ്ട് എന്നതിനെ നിശ്ചയിക്കുന്നത് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പിക്സൽസ് ആണ്. അപ്പോൾ ഹൈ ഡെഫിനിഷൻ ആണെങ്കിൽ 1080 പിക്സൽ ആയിരിക്കും, 720 പിക്സൽ ഉള്ളതുകൊണ്ട്. അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ക്ലാരിറ്റികളാണ് നമുക്ക് വീഡിയോ കാണാൻ പറ്റുന്നത്, അല്ലേ. 360 പിക്സൽ, 720, 1080, ഹൈ ഡെഫിനിഷൻ, ബ്ലൂറേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്ലാരിറ്റികൾ ഡിഫറൻസ് ഉള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും നമ്മുടെ ടി വിയുടെ ഡിസ്പ്ലേ ആണെങ്കിലും പണ്ടൊക്കെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു, അല്ലേ. അങ്ങനത്തെ കേസിൽ നമുക്ക് അതിൽ കളർ കാണാൻ പറ്റില്ല, ക്ലാരിറ്റിയിൽ കുറവുണ്ടായിരുന്നു, അന്നത്തെ പിക്സൽ കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ കേസിൽ നമ്മുടെ LED ഡിസ്പ്ലേ ആണ് നമ്മുടെ മിക്കവാറും ടി വികളിലെല്ലാം, പുതുതായിട്ട് ഇറങ്ങുന്ന ടി വികളിലെല്ലാം. നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ഹൈ ഡെഫിനിഷനാണ്, ക്ലാരിറ്റി വളരെയധികം ക്ലാരിറ്റിയുള്ള. ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ക്ലാരിറ്റി വളരെ കുറവായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്ലാരിറ്റിയുള്ള മൊബൈൽ ഫോൺ ഡിസ്പ്ലേ ആണ് ഇപ്പം നമുക്കുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ കാണുന്നത്? ബേസിക്കലി വീഡിയോസ് ആർ മൂവിങ് പിക്ചേഴ്സ്. അപ്പോൾ നമ്മൾ എല്ലാം ഇമേജാണ് നമ്മൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഇമേജായിട്ടാണ് കാണുന്നത്. ഇവൻ ലെറ്റേഴ്സ് ആണെങ്കിൽ പോലും ഇമേജായിട്ടാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് നമ്മളത് കാണുന്നത്? അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് ഈ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ എന്തിനാണ് ഈ ഇമേജ് പ്രോസസ്സിങ്ങിനെ പറ്റിയെല്ലാം പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇമേജ് പ്രോസസ്സിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് മെട്രിക്സ്. ഓക്കെ, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ബ്ലോക്ക്, മെട്രിസസ്. ഇമേജ് പ്രോസസ്സിങ്ങിൽ മാത്രമാണോ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്? അല്ല. ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബിസിനസ് കോണ്ടെക്സ്റ്റിലും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ നമ്മൾ മെട്രിസസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ട് ഇമേജ് പ്രോസസ്സിങ് കോണ്ടെക്സ്റ്റിൽ അതിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു ഇമേജ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഇമേജ് അത്ര ക്ലാരിറ്റി ഉള്ള ഇമേജ് അല്ല ഈ ഇമേജ്. പക്ഷേ എന്താണ് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? A എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് നമ്മുടെ മൊബൈൽ സ്ക്രീനിലൂടെ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതിന് ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മെട്രിക്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പേഴ്സിനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ. ഇവിടെ ഒരുപാട് റോസ് ഉണ്ട്, അതേപോലെ ഒരുപാട് കോളംസും കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെൻറ്റിനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇമേജ് പ്രോസസ്സിങ്ങിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു കളർ കോഡിങ് കൊടുക്കുകയാണ്. അതായത് വൈറ്റ് എന്ന് പറയുന്ന കളർ ഞാൻ അതിനെ 1 എന്നും ബ്ലാക്കിന് ഞാൻ 0 എന്നും കോഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, എനിക്ക് അതാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. വൈറ്റ് 1ഉം ബ്ലാക്ക് 0 ആയിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ കളറുകളും, അതായത് 0 to 1ൻ്റെ ഇടയ്ക്ക് വരുന്നതെല്ലാം ഒരു ഗ്രേ ഷെയ്ഡായിരിക്കും, അല്ലേ. വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും ഇടയ്ക്ക് വരുന്ന കളറെല്ലാം ഒരു ഗ്രേ കളേർഡ് ആയിരിക്കും, അല്ലേ. വൈറ്റും അല്ല ബ്ലാക്കും അല്ല. ഈ 2 കളർ കോഡിങ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശരിക്കും കൃത്യമായിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ മെട്രിക്സിൻ്റെ ഈ ഒരു സെല്ല്, ഇതിന് ഞാൻ സെൽ എന്ന പേരിൽ വിളിക്കുക. ഓക്കെ, ഫസ്റ്റ് ആ ഒരു ഗ്രിഡ്, ആ ഒരു ഫസ്റ്റ് സ്പേസിന് ഞാൻ അതിനെ
സെൽ എന്ന് പറയുന്ന പേരിൽ വിളിക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ സെല്ലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 ആണ് കൊടുത്തിരിക്കുന്നത്. അത് 1 ആയതുകൊണ്ട് തന്നെ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈറ്റ് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു 1 വൈറ്റും ആണ്, 0 എന്ന് പറയുന്നത് ബ്ലാക്കും ആണെങ്കിൽ. ഇനി നിങ്ങൾക്ക് കാണാം ഇവിടോട്ട് മാറി വരുമ്പം ഇവിടെ എല്ലാം വൈറ്റാണ്, അവിടെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് 1 1 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു മിഡിലോട്ടായിട്ട് വരുമ്പം കാണാൻ പറ്റും അവിടെ 0.9 തുടങ്ങി 0.6 0.6 0.6 കൊടുത്തിട്ടുണ്ട്. അത്രയും പോർഷനിൽ ഒരു ഗ്രേഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വീണ്ടും ഒരു വൈറ്റ് കളറാണ് വരുന്നത്. അവിടെ എല്ലാം എന്താണ് കൊടുത്തിരിക്കുന്നത് 1 1 1 1 1. ഓക്കെ, ആ ഒരു കോഡിങ് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ ഈ ഒരു ടോപ്പ് പോർഷൻ എ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ടോപ്പ് പോർഷൻ കോഡ് ചെയ്ത് വെച്ചിരിക്കും. അതേപോലെ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് കൊടുക്കുന്ന കേസിലെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ് 0 ആണ്. ആ ഒരു പാറ്റേൺ നമ്മൾ 0യും 1ഉം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പറും വെച്ചിട്ട് മാട്രിക്സ് രൂപത്തിൽ നമ്മൾ കോഡ് ചെയ്തിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഒരു കളേർഡ് ഇമേജ് ആണെങ്കിലോ നമ്മളതെങ്ങനെയായിരിക്കും കാണാൻ പോകുന്നത്? എങ്ങനെയാണ് ഒരു കളർ ഇമേജ് ഉണ്ടാക്കുന്നത്? കളർ ടി വി അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ആർ ജി ആൻഡ് ബി, ഈ 3 കളറിൻ്റെയും എന്താണ് ആർ ജി ബി? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഈ 3 കളറിൻ്റെയും കോമ്പിനേഷൻസ് ആയിട്ടാണ് കളേർഡ് ഇമേജസ് നമ്മൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ, MS ഓഫീസ് യൂസ് ചെയ്തിട്ടുള്ള ആണെങ്കിൽ നിങ്ങളതിൽ കളർ, ഇപ്പോൾ നമുക്ക് കളർ കൊടുക്കണം, ഒരു പർട്ടിക്കുലർ ഒരു ടേബിൾ നമ്മൾ വരച്ചിട്ട് അതിന് കളർ കൊടുക്കണം. കളർ കൊടുക്കണമെങ്കിൽ നമ്മൾ MS വേർഡിൽ കളറിൽ പോയിട്ട് മോർ കളേഴ്സ് കൊടുത്ത് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റെഡിൻ്റെയും ഗ്രീൻ്റെയും കോമ്പിനേഷനിൽ ഒരുപാട് കളേഴ്സ് കാണാൻ പറ്റും. ആ 3 കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കളേഴ്സിനെയും നമുക്ക് ദാറ്റ്സ് ദെയർ പ്രൈമറി കളേഴ്സ്. സോ അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കളേഴ്സ് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ ഡിസ്പ്ലേ ചെയ്യുന്ന കേസിൽ, കളേർഡ് ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും എങ്ങനെയാണ്? മെട്രിക്സിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് 3 ലെയർ ഓഫ് മെട്രിക്സ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങളിപ്പം പഠിക്കേണ്ട കാര്യമില്ല, അത് നിങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ വരുന്ന കാര്യമില്ല. പക്ഷേ എന്തിനാണ് നമ്മൾ ഈ മെട്രിക്സ് പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ബിസിനസ്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ എന്താണെന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. നമ്മളതിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അടുത്തതായിട്ട് ഒരു ചെറിയൊരു ഇമേജും കൂടി ഞാൻ കാണിക്കാം. ഇതും സെയിം കോൺസെപ്റ്റാണ്. നേരത്തെ നമ്മളൊരു ലെറ്ററാണ് നമ്മളവിടെ കണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചും കൂടി റെസൊല്യൂഷനുള്ള, ഇത് കുറച്ച് കുറവായിരുന്നു. ഇത് എത്ര റോസും എത്ര ടോട്ടൽ പിക്സൽസ് എത്ര ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. സോ ടോട്ടൽ 14 റോസ്. എത്ര കോളംസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 കോളംസ് ഉണ്ട്. സോ ടോട്ടൽ 14 മൾട്ടിപ്ലൈഡ് ബൈ 12, ഇത്രയും പിക്സൽസ് നമുക്കുണ്ടെന്ന് പറയാം അല്ലേ? സോ ടോട്ടൽ ഒരു 168 പിക്സൽസ് അല്ലെങ്കിൽ ഡോട്ട്സ് അതിലുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഒരു ഇമേജാണ് നമുക്കിവിടെ ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ കേസിൽ നമുക്ക് എത്ര ഡോട്ട്സ് ഉണ്ട്? അതിനേക്കാൾ ഒരുപാടധികം ഡോട്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമേജിൻ്റെ ക്ലാരിറ്റി വളരെ കൂടുതലാണ്. ഈ എ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. സോ ക്ലാരിറ്റി കൂടി വരും. സോ പിക്സൽസ് കൂടുന്നതിനനുസരിച്ച്, ടോട്ടൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ക്ലാരിറ്റിയും അല്ലെങ്കിൽ റെസൊല്യൂഷൻ കൂടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് മാട്രിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഇൻ ഇമേജ് പ്രോസസ്സിങ്. ഇനി നമ്മൾ കുറച്ചും കൂടി തിയററ്റിക്കലായിട്ട് എന്താണ് മാട്രിക്സ് എന്നുള്ള കാര്യം കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു മാട്രിക്സ് എന്ന് പറയുന്നത് ഒറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു മാട്രിക്സ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇതിന് ഞാൻ മാട്രിക്സ് എ എന്ന് പറയും. എങ്ങനെയാണ് എ വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ എഴുതുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. ഓക്കെ, സോ ഇവിടെ 1 3 5 9
ഇതിൽ നിന്ന് എനിക്കൊരു മെട്രിക്സ് എന്ന് പറയാം. കാരണം ഇതിന് ഞാൻ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്പേഴ്സിന് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഉള്ളത് മാത്രമേ മെട്രിക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഞാനൊരു സിംഗിൾ എലമെൻറ്റ് എഴുതി കഴിഞ്ഞാലും എനിക്കതിന് മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമ്പേഴ്സിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഓഫ് മെട്രിക്സസ് ഉണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കോളംസും റോസിനെയൊക്കെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. സോ ഇവിടെ എത്ര കോളം ഉണ്ട്? കോളം എന്ന് പറയുന്നത് ഈ വേർട്ടിക്കൽ ആയിട്ട് എത്ര അറേഞ്ച്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. സോ വേർട്ടിക്കലായിട്ട് 1 and 2 2 കോളം ഉണ്ട്. ഹൊറിസോണ്ടലായിട്ട് എത്ര അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്? 1 and 2. സോ 2 റോസും 2 കോളം ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഇതോ ഒരു റോയും ഒരു കോളം ഉള്ള ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മെട്രിക്സ് അതിനെ പ്ലൂറൽ നമ്മൾ പറയുകയാണെങ്കിൽ, ബഹുവചനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ മെട്രിസസ് എന്ന് പറയും. ഓക്കെ, എക്സ് ആണ് ഇവിടെ വരുമ്പോൾ അത് CES ആയിട്ട് മാറും. ഓക്കെ, മെട്രിസസ് is an arrangement of numbers into rows and columns. ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അതിൽ വരും. ഇനി it becomes a handy tool for finding solutions to problems which can be represented in linear equation system. ഇതൊരു അതിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് പറയുന്നത്, ലീനിയർ ഇക്വേഷൻ സിസ്റ്റം. എന്താണ് ലീനിയർ ഇക്വേഷൻ സിസ്റ്റം? നിങ്ങൾക്കറിയാം, ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ 2x plus y equal to 3. Next one 6x plus 8y equal to 54. Equation number 1, equation number 2. ഇതിൽ നമ്മൾ എന്താണ് സോൾവ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ഇക്വേഷനിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഇതിനെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് നമ്മൾ വിളിക്കും. ഈ ലീനിയർ ഇക്വേഷൻ്റെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടും നമുക്ക് മെട്രിസസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞ് ഈ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ബ്ലോക്കിൻ്റെ അവസാനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പം മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇത്രയും വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്താണ് മെട്രിക്സ്, എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും ഒക്കെ നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ഡെഫിനിഷനായിട്ട് നമ്മളോട് എക്സാമിന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ മെട്രിക്സ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ്, എ മെട്രിക്സ് ഈസ് ഡിഫൈൻഡ് ആസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് arranged in rows and columns enclosed by a pair of brackets. ഈ 2 ബ്രാക്കറ്റുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ നമ്പേഴ്സിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ നമുക്കിടാം, അല്ലെങ്കിൽ പരാന്തസിസിൽ ഈ രീതിയിൽ നമുക്ക് അതിനെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമ്മൾ മാട്രിക്സ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, 2 രീതിയിൽ നമുക്കതിനെ ഡെസിഗ്നേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, 1 2 8. സോ ഇവിടെ എത്ര റോസ് ഉണ്ട്? 1 2 3. അതേപോലെ 1 2 3. സോ 3 റോസും ഉണ്ട്, 3 കോളംസും ഉണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ആദ്യം റോയുടെ നമ്പറാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര റോസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്, അതിനുശേഷം എത്ര കോളംസ് ഉണ്ടെന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, സോ ഇവിടെ 3 റോയും 3 കോളംസും ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഡിറ്റർമൈൻസ് ദ ഓർഡർ ഓഫ് മെട്രിക്സ്. എന്താണ് മെട്രിക്സിൻ്റെ ഓർഡർ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 റോ ഉണ്ട്, 3 കോളംസും ഉണ്ട്. സോ ഇറ്റ് ഈസ് എ 3/3 മാട്രിക്സ്. 3/3 മാട്രിക്സ് ആണ്, കാരണം 3 റോയും 3 കോളവും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് റോസ് ആർ എക്സ്പ്രസ്ഡ് ഫസ്റ്റ് വൈൽ ദ കോളംസ് സെക്കൻഡ് ഇൻ എ മാട്രിക്സ്. ആദ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു മാട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/3. വി ക്യാൻ ഓൾസോ സേ ദാറ്റ് M/N matrix, where M is the
നമ്പർ ഓഫ് റോസ്. എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ടെന്നുള്ളത് എം, എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ടെന്നുള്ളത് എൻ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m/n ആണ്. എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോ ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് നോക്കാം. ഇത് ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിലുള്ള ഓരോ നമ്പറിനെയും, ഈ മെട്രിക്സിലുള്ള ഓരോ നമ്പറിനെയും നമ്മൾ എലമെൻറ്റ്സ് എന്ന് പറയും. എത്ര എലമെൻറ്റ്സ് ഉണ്ട് ഇതിൽ? 1 2 3 4 5 6 7 8 9 10 11 12 എലമെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു മാട്രിക്സിൽ നമുക്ക് 12 എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഓക്കെ, 12 എലമെൻറ്റ്സ് കാണാൻ പറ്റും. ഇനി ഈ മാട്രിക്സിൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു, മാട്രിക്സിൻ്റെ ഓർഡർ പറയുന്നത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസിൻ്റെയും ബേസ് ചെയ്തിട്ടാണ്. സോ ഇതിനെ ഞാൻ എങ്ങനെ വിളിക്കും? എത്ര റോസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 റോ ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 1 2 3 4. എത്ര നമ്പർ ഓഫ് കോളംസ് ഉണ്ട്? 4 കോളംസും നമുക്കിതിൽ വരുന്നുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ എന്ത് വിളിക്കാൻ പറ്റും? ദിസ് ഈസ് എ 3/4 മാട്രിക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം 3 റോ ഉണ്ട്, 4 കോളംസും നമുക്കുണ്ട്. ഓക്കെ, സോ നമ്മൾ ഓർഡർ എന്താണെന്ന് പഠിച്ചു. നമ്പർ ഓഫ് കോളംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് റോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് ഓർഡർ, മെട്രിക്സ് ഓർഡർ എങ്ങനെ പറയുന്നത് നമ്മൾ പഠിച്ചു. മാട്രിക്സിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൽ കാണുന്ന ഓരോ നമ്പേഴ്സും നമ്മൾ എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ക്ലിയർ. ഇനി മെട്രിക്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന മെട്രിക്സുകളെല്ലാം നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് ഞാൻ മെട്രിക്സ് എ എന്ന് വിളിക്കുകയാണ്. അതിന് ഞാൻ മെട്രിക്സ് എ എന്ന് വിളിക്കുകയാണെങ്കിൽ അതിലെ ഓരോ എലമെൻറ്റിനെയും എനിക്ക് സ്മോൾ ലെറ്ററിൽ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ 2 സബ്സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് A11 എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്മോൾ A11 കൊണ്ട് ഉദ്ദേശിക്കുന്നത് A11 എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് മെട്രിക്സ് എ, എലമെൻറ്റ് ഓഫ് മെട്രിക്സ് എ, അത് ക്യാപിറ്റൽ എ ആണ്. ഏതാണ് അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് കോളം. അതായത് ഒന്നാമത്തെ റോയിലെ ഒന്നാമത്തെ കോളത്തിലെ എലമെൻറ്റ്, ആ എലമെൻറ്റിനെ നമ്മൾ A11 എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് കേസ് A31 എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇതാണ് തേർഡ് റോ, ഇതാണ് ഫസ്റ്റ് കോളം അല്ലേ? തേർഡ് റോ എന്ന് പറയുന്നത് ഇതാണ്, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ഇതാണ്. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്, A31. അങ്ങനെയാണെങ്കിൽ AM1 എന്ന് പറയുന്നത് എന്താണ്? AM1 എന്ന് പറഞ്ഞാൽ mth റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ A1n എന്ന് പറയുന്നത് എന്താണ്? 1 ഫസ്റ്റ് നമ്പർ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് റോ. സോ ഫസ്റ്റ് റോയിലെ nth കോളത്തിലെ എലമെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, A1n. അങ്ങനെയാണെങ്കിൽ AMN എന്ന് ജനറലി നമ്മൾ പറയുന്നതിന് നമുക്ക് എങ്ങനെ പറയാം? AMN ഇൻഡിക്കേറ്റ് എലമെൻറ്റ് ഓഫ് matrix capital A. Okay, element of matrix A corresponding to row M and column N. Okay, നമുക്കതിനെ അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, സോ ഈ കോൺസെപ്റ്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് പറയാം. സപ്പോസ് എൻ്റെ കയ്യിലുള്ളത് മെട്രിക്സ് ബി ആണ്, ക്യാപിറ്റൽ ലെറ്റർ മെട്രിക്സ് ബി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ മെട്രിക്സ് ബി ആണ്. സോ അതിലെ എലമെൻറ്റ്സിനെ ഞാൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? എനിക്ക് B11 B12 എക്സെട്ര അപ് ടു B1n എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അതേപോലെ അടിയിലോട്ട് വരുമ്പം B21 എക്സെട്ര അപ് ടു
BM1 എന്ന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഏത് ആണോ നമ്മൾ ഡെസിഗ്നേഷൻ കൊടുക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിൻ്റെ എലമെൻസിന് സ്മോൾ ലെറ്റർ വെച്ച് സബ്സ്ക്രിപ്റ്റ് കൊടുത്ത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു ഓൾ ഓഫ്. ഇനി മെട്രിക്സിനെ വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മൾ എല്ലാ എലമെൻറ്റിനെയും എഴുതിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ മാത്രമാണോ പറ്റുന്നത്? അല്ല, നമുക്ക് വേറെ രീതിയിലും നമുക്ക് ആ മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ദ എബോവ് മെട്രിക്സ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ A, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം, AIJ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. AIJ റോ നമ്പർ ഏതാണോ അതാണ് I. ആ എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം നമ്പർ ഏതാണോ അതാണ് J. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ജനറൽ ഫോമിൽ എനിക്ക് ആ മെട്രിക്സിനെ ക്യാപിറ്റൽ A ഈക്വൽ ടു AIJ, ഒരു ബ്രേസ് ഇടാം, ഇതിന് ബ്രേസ് എന്ന് പറയും, M/n. ഇങ്ങനെയും നമുക്ക് മെട്രിക്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ M എന്താണ്? M എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്. AIJ എന്ന് പറയുന്നത് ആ മെട്രിക്സിലെ എലമെൻ്റ് ആണ്. ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ആ മെട്രിക്സിൻ്റെ പേരാണ്. ഓക്കെ, സോ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഒരു ബ്രേസിൽ അത് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് അതിനടിയിലായിട്ട് നമുക്ക് അതിൻ്റെ ഓർഡർ ഓഫ് മെട്രിക്സ്, ദാറ്റ് ഈസ് M/n എന്ന് നമ്മൾ പറയും. വെർ M ഇൻഡിക്കേറ്റ്സ് എ നമ്പർ ഓഫ് റോസ് ആൻഡ് N ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് കോളംസ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്, ടൈപ്സ് ഓഫ് മെട്രിസസ്. എത്ര ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് നമുക്കുണ്ട്? അപ്പോൾ അതിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമ്മൾ 11 വ്യത്യസ്തങ്ങളായിട്ടുള്ള മെട്രിക്സ് ടൈപ്പുകളാണ് നമ്മളതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോസ് മെട്രിക്സ്. അപ്പോൾ റോസ് മെട്രിക്സിൽ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, ഇതിൽ ഒരു റോ മാത്രമേ ഉള്ളൂ, പക്ഷേ കോളംസ് എത്ര വേണമെങ്കിലും ആവും. ഓക്കെ, സോ ഒരു റോയും ബാക്കി കോളംസും ഉള്ള, ഓക്കെ, ഒന്നിൽ കൂടുതൽ കോളംസും ഉള്ള മെട്രിക്സിനെ നമുക്ക് റോസ് മെട്രിക്സ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അതിൻ്റെ ഓർഡർ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? എത്ര നമ്പർ, അപ്പോൾ ഈ കേസിൽ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട്? ഒരു റോ മാത്രമേ ഉള്ളൂ. എത്ര കോളംസ് ഉണ്ട്? 1, 2, 3. സോ ഇതിനെ നമുക്ക് എന്ത് മെട്രിക്സ് എന്ന് വിളിക്കാം? ഒരു 1/3 മെട്രിക്സ് ആണെന്ന് പറയാം. സോ 1/n എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന ആ മെട്രിക്സുകളെല്ലാം നമുക്ക് റോസ് മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിലോ കോളംസ് മെട്രിക്സ്. ഒരു കോളം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്തായിരിക്കും? ഒന്നിൽ കൂടുതൽ നമുക്ക് റോസ് ഉണ്ടാവും. സോ ഈ കേസിൽ നമുക്കൊരു എക്സാമ്പിൾ കാണാം. എത്ര റോസ് ഉണ്ട് ഇവിടെ? 1, 2, 3, 4. ദെർ ആർ 4 റോസ്. എത്ര കോളംസ് ഉണ്ട്? ഒരു കോളം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതിനെ നമുക്ക് M/1 മെട്രിക്സ് എന്ന് വിളിക്കാം. സോ ഈ കേസിൽ 4/1 മെട്രിക്സ്. ഇതൊരു 4/1 മെട്രിക്സ് ആണ്. സോ ഏതൊരു മെട്രിക്സ് ഇതിൻ്റെ ഓർഡർ M/1 എന്ന് എഴുതാൻ പറ്റുന്നു, ആ മെട്രിക്സിനെ നമുക്ക് കോളംസ് മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തത് റെക്റ്റാങ്കുലർ മെട്രിക്സ്. റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ റെക്റ്റാങ്കുലർ ഇഫ് ദ നമ്പർ ഓഫ് റോസ് ഈസ് നോട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ്. അങ്ങനെയാണെങ്കിൽ രണ്ടും ഈക്വൽ ആവുന്ന കേസ് എങ്ങനെയാണ്? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 2, 3, 5 ഇതൊരു മെട്രിക്സ് A ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ 1, 2, 3, 5 എത്ര കോളംസ് ഉണ്ട്? 1, 2. എത്ര റോസ് ഉണ്ട്? 1, 2. സോ ദിസ് ഈസ് എ 2/2 മെട്രിക്സ്. ഇതൊരു 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് റെക്റ്റാങ്കുലർ മെട്രിക്സ് അല്ലേ? അല്ല, ഇതിനെ നമുക്കൊരു റെക്റ്റാങ്കുലർ മെട്രിക്സ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്, വേർ കോളംസ് ആൻഡ് റോസ് ആർ ഈക്വൽ. റെക്റ്റാങ്കിൾ ആവുന്നത് എപ്പോഴാണ്? അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും തമ്മിൽ ഡിഫറൻസ് വരുമ്പോഴാണ്, അല്ലേ? അപ്പം ഈ കേസിൽ എന്താണ്? റോസും കോളംസ് ഈക്വൽ അല്ല എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം ഇവിടെ 1, 2 റോസേ ഉള്ളൂ, 1, 2, 3 കോളംസ് വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കേസിൽ നമ്മളതിനെ റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് വിളിക്കും.
ഓക്കെ, നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ അല്ലാത്ത കേസിൽ നമ്മൾ അതിനെ റെക്ടാങ്കുലർ മാട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലിയർ. സോ ദിസ് ഈസ് എ 2/3 മാട്രിക്സ്. സോ 3/3 മാട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതൊരു സ്ക്വയർ മാട്രിക്സ് ആയിരിക്കും, അതൊരു കോളം മാട്രിക്സ്, അതൊരു റെക്ടാങ്കുലർ മാട്രിക്സ് അല്ല. ഓക്കെ, 3/4 എന്ന് പറയുന്നത് എന്താണ്? ഒരു റെക്ടാങ്കുലർ മാട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്ക്വയർ മാട്രിക്സ് എന്ന് പറയുന്നത്. എ മാട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ്. സോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ m ഈക്വൽ ടു n വേർ 2/2 മാട്രിക്സ്, 3/3 മാട്രിക്സ്, 4/4 മാട്രിക്സ്, എല്ലാം സ്ക്വയർ മാട്രിക്സ് ആണ്. സോ ഇവിടെ നമുക്കൊരു 4/4 മാട്രിക്സ് കാണാൻ പറ്റും. 1 2 3 4 1 2 3 4. ഓക്കെ, സോ ഇതൊരു 4/4 മാട്രിക്സ് ആണ്. എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും ഇതിൽ? 16 എലമെൻറ്റ്സ് ഉണ്ടാവും. 4 × 4. നമ്മൾ ഓർഡറിൻ്റെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ മാട്രിക്സ് നമുക്ക് കിട്ടും. സോ 2/2 മാട്രിക്സിൽ 2 × 2 4 എലമെൻറ്റ്സ് ഉണ്ടാവും. 3/3 മാട്രിക്സിൽ 3 × 3 9 എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് വെരി ഇൻട്രസ്റ്റിംഗ് വൺ, എ ഡയഗണൽ മാട്രിക്സ്. എന്താണ് ഡയഗണൽ മാട്രിക്സ്? എ സ്ക്വയർ മാട്രിക്സ്, ഇത് സ്ക്വയർ മാട്രിക്സ് ആയിരിക്കണം, ഇൻ വിച്ച് എന്താണ് സ്ക്വയർ മാട്രിക്സ് എന്ന് പറയുന്നത്? 2/2 3/3 m ഈക്വൽ ടു n, m/n ഉള്ള ഓർഡറിൽ എമ്മും എന്നും ഈക്വലായി വരുന്ന കേസ്. ഓക്കെ, സോ 2/2 3/3 4/4 5/5 മാട്രിസസ്. സോ അങ്ങനത്തെ കേസിൽ വേർ all elements except the diagonal elements are 0 is called a diagonal matrix. അതായത് ഡയഗണൽ എന്താണ്? നമ്മൾ ഡയഗണൽ, ഇപ്പോൾ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുകയാണ്. സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ് ഡയഗണൽ എന്ന് പറയുന്നത്, അല്ലേ? ഇതിന് ഡയഗണൽ എന്ന് വിളിക്കാം. സോ എ സ്ക്വയർ മാട്രിക്സ് ഇൻ വിച്ച് all the elements except the diagonal elements are 0. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും 0 ആകുന്നതിന് നമ്മൾ ഡയഗണൽ മാട്രിക്സ് എന്ന് പറയും. സോ ഉദാഹരണത്തിന് ഇവിടെ 1 -3 1 ആൻഡ് 2 ഇത്രയാണ് ഡയഗണൽ എലമെൻറ്റ്സ്. അതെല്ലാം നോൺ 0 ആണ്, 0 അല്ല. പക്ഷേ ഓഫ് ഡയഗണൽ ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റും, അതെല്ലാം 0 ആണ്. ഓക്കെ, സോ അങ്ങനത്തെ മാട്രിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡയഗണൽ മാട്രിക്സ് എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്കേലാർ മാട്രിക്സ്. എന്താണ് സ്കേലാർ മാട്രിക്സ്? സ്കേലാർ മാട്രിക്സ് എന്ന് പറയുന്നത് എ ഡയഗണൽ മാട്രിക്സ്, അതും ഒരു ഡയഗണൽ മാട്രിക്സ് ആണ്, പക്ഷേ ഇൻ വിച്ച് all the diagonal elements are the same. That is called a scalar matrix. അപ്പോൾ നമ്മൾ നേരത്തെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടത് ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ്, ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ്, പക്ഷേ ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം നോൺ 0 ആണ്. ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. പക്ഷേ ഈക്വൽ ആണോ? അല്ല. ഫസ്റ്റ് 1 ആണ്, പിന്നെ -3 വന്നു, പിന്നെ 1 വന്നു, പിന്നെ 2 വന്നു, അല്ലേ? അപ്പോൾ ആ കേസിൽ അത് എന്താണ്? ഡയഗണൽ മാട്രിക്സ് ആണ്. പക്ഷേ സ്കേലാർ മാട്രിക്സിൻ്റെ കേസിൽ എല്ലാ എലമെൻറ്റ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. വേറൊരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ വേറൊരു സ്കേലാർ മാട്രിക്സ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം. 1 0 0 1. ഇതൊരു 2/2 ഡയഗണൽ മാട്രിക്സ് ആണ്. ഇവിടുത്തെ എലമെൻറ്റ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 2 ഡയഗണൽ എലമെൻറ്റും സെയിം ആണ്, 1 ആണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അതിന് സ്കേലാർ മാട്രിക്സ് എന്ന് പറയാം. ഇനി ഐഡൻറ്റിറ്റി മാട്രിക്സ്, അതിന് വേണമെങ്കിൽ എനിക്ക് യൂണിറ്റ് മാട്രിക്സ് എന്ന് വിളിക്കാം. എന്താണ് യൂണിറ്റ് മാട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മാട്രിക്സ്? ഞാൻ നേരത്തെ എഴുതിയതൊരു യൂണിറ്റ് മാട്രിക്സും കൂടിയായിരുന്നു. എ സ്കേലാർ മാട്രിക്സ് ഇൻ വിച്ച് all the diagonal elements are 1 is called unit matrix. ഒരു സ്കേലാർ മാട്രിക്സിൻ്റെ എല്ലാ എലമെൻറ്റ്സും, അതായത് ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കുമല്ലോ സ്കേലാർ മാട്രിക്സ് എന്ന് പറയുന്നത്, അത് യൂണിറ്റ് വാല്യൂ ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിറ്റ് മാട്രിക്സ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മാട്രിക്സ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയത് സെയിം ആണ്, നേരത്തെയും എഴുതിയത് 1 0 0 1. ഇതെന്താണ്? ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. ഇനി ഞാൻ 3 0 0 3, ഇത് ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണോ? അല്ല. ഇതെന്താണ്? ഒരു സ്കേലാർ മാട്രിക്സ് ആണ്. ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ്. ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്.
പക്ഷേ ഇതൊരു യൂണിറ്റി അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മാട്രിക്സ് അല്ല. ഐഡൻറ്റിറ്റി മാട്രിക്സ് നമ്മൾ എപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ I എന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. സോ ദിസ് ഈസ് ആക്ച്വലി I. ഓക്കെ, ക്യാപിറ്റൽ I. ഇനി അടുത്തത് ട്രയാങ്കുലർ മാട്രിക്സ്. എന്താണ് ഒരു ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയുന്നത്? എ സ്ക്വയർ മാട്രിക്സ്, അതും ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്, said to be triangular if all elements above the main diagonal elements are 0. ഡയഗണൽ എലമെൻസിൻ്റെ മുകളിലുള്ള എല്ലാ എലമെൻസും, ഇതാണ് നമ്മുടെ ഡയഗണൽ എന്ന് പറയുന്നത്, അതിൻ്റെ മുകളിലുള്ള എല്ലാം 0 ആണെങ്കിൽ ഇതിനെ ഞാൻ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറയും. കാരണം എന്താണ്? കാരണം എനിക്കതിനെ ഞാനിങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കതിനൊരു ലോവർ ട്രയാങ്കിൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ എലമെൻറ്റ്സ് ബിലോ ദ മെയിൻ ഡയഗണൽസ് 0 ആവുന്ന കേസ്, ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത്, അല്ലേ? ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്, അതിൻ്റെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഇതാണ്, അതിൻ്റെ താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും, ഈ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. അങ്ങനത്തെ കേസിൽ അതിനെ എനിക്ക് എന്ത് വിളിക്കാം? അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് വിളിക്കാം. കാരണം ഞാൻ ഈ എലമെൻറ്റ്സിനെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് കിട്ടും. കാരണം അതിൻ്റെ താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും 0. നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെ ഒരു എലമെൻറ്റ് 0 ആണല്ലോ എന്ന് ചോദിക്കാം. യെസ്, ഫൈൻ, നോ പ്രോബ്ലം. എല്ലാ എലമെൻറ്റും 0 ആണെങ്കിലാണ് നമുക്കൊരു ട്രയാങ്കുലർ മാട്രിക്സ്, അപ്പറോ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മാട്രിക്സോ നമുക്ക് കിട്ടും. ഓക്കെ, സോ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ താഴെ 0 ആണെങ്കിൽ അതിന് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്നും, അതിൻ്റെ മുകളിലത്തെ എല്ലാ എലമെൻറ്റ്സും 0 ആണെങ്കിൽ അതിനെ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. ഇനി നൾ മാട്രിക്സ്. സിമ്പിൾ, എ സ്ക്വയർ മാട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ എലമെൻറ്റ്സ് ആർ 0. ദാറ്റ് ഈസ് കോൾഡ് എ സീറോ മാട്രിക്സ് ഓർ നൾ. നൾ എന്ന് പറയുന്നത് എന്താ? 0, നത്തിങ് ഈസ് ദർ, റൈറ്റ്? അതിന് നൾ മാട്രിക്സ് എന്ന് പറയും. സോ നൾ മാട്രിക്സിനെ നമ്മൾ O എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, O, ക്യാപിറ്റൽ ലെറ്റർ O. ക്യാപിറ്റൽ ലെറ്റർ I ആണെങ്കിൽ അതെന്താണ്? ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് മാട്രിക്സ് ആണ്, where diagonal elements are 1. Null matrix എന്ന് പറയുന്നത് a square matrix in which all the elements are 0. അതിനെ നമുക്ക് null matrix എന്ന് വിളിക്കാം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്പും കൂടിയുണ്ട് നമുക്ക് പഠിക്കാൻ. ഇതിൽ ആദ്യം വരുന്നത് സിമെട്രിക് മാട്രിക്സ്. എന്താണ് സിമെട്രിക് മാട്രിക്സ്? സിമെട്രിക് മാട്രിക്സ് ഇസ് വെയർ സ്ക്വയർ മാട്രിക്സ് ആണ്, അതും ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. അത് നമുക്ക് AIJ എന്ന് ഓരോ എലമെൻസിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ IJ, where I represents the number of row, the J represent the number of column. അത് സിമെട്രിക് ആവുന്നത് എപ്പോഴാണ്? AIJ equal to AJI. So element in ith row and jth column is equal to the element in jth row and ith column. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മാട്രിക്സ്, ഇതിന് ഞാൻ ക്യാപിറ്റൽ A ആണ് ഈ മാട്രിക്സ് എന്ന് വിചാരിക്കുന്നു. ഈ എലമെൻറ്റ് A11 ആണ്, A12, 13, ഇത് A21, A22, A23, A31, A32 ആൻഡ് A33, അല്ലേ? ഇത്രയും 9 എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ A12 ഇറ്റ് ഈസ് ഈക്വൽ ടു A21 ആണെങ്കിൽ, അതേപോലെ A13 ഈക്വൽ ടു A31, A23 ഈക്വൽ ടു A32 ആണെങ്കിൽ ഇതിനെ എനിക്ക് എന്ത് വിളിക്കാം? ഒരു സിമെട്രിക് മാട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് സെയിം ആണെങ്കിൽ, സോ A12 എന്ന് പറയുന്നത് A21, A31 എന്ന് പറയുന്നത് 13, അങ്ങനെ എല്ലാ എലമെൻറ്റും. ഇതൊരു 3x3 മാട്രിക്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം പറഞ്ഞു നിർത്തുന്നത്. ഒരു 4x4 മാട്രിക്സ് ആയിരുന്നെങ്കിലോ എനിക്ക് A14 ഈക്വൽ ടു A41 എന്നും കൂടി എഴുതേണ്ടി വരുമായിരുന്നു, അല്ലേ? A24 ഈക്വൽ ടു A42 എന്ന് എഴുതണമായിരുന്നു, A34 ഈക്വൽ ടു A43 എന്നും എഴുതണം.
അല്ലേ? സോ എല്ലാ എലമെൻറ്റിനും അത് ബാധകമായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് മാട്രിക്സ് ഈസ് സിമെട്രിക്. അപ്പോൾ നമ്മളിവിടെ നോക്കാം, A12 എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 3. ഇനി നമുക്ക് A21 എന്താണ്? 3 ആണ്, സെയിം ആണ്. സോ ഡയഗണൽ റോ വൈസും കോളം വൈസും നമ്മൾ എടുത്താൽ സെയിം ആയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ അതിനെയാണ് സിമെട്രിക് എലമെൻറ്റ് അല്ലെങ്കിൽ സിമെട്രിക് മാട്രിക്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇതെല്ലാം A11 ഈക്വൽ ടു A11, ദാറ്റ്സ് ഫൈൻ. A12 ഈക്വൽ ടു A21 ആണ്. സോ ഇതും സെയിം ആണ്, ഇതും സെയിം ആണ്. അതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം? അതേപോലെ A23യും A32യും സെയിം ആണ്. സോ അതിനെ നമുക്ക് സിമെട്രിക് മാട്രിക്സ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ടൈപ്പായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് സബ് മാട്രിക്സ്. എന്താണ് സബ് മാട്രിക്സ്? സബ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് സബ് മാട്രിക്സ് എന്ന് പറയുക? ഒന്നിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാകുമ്പോൾ, അല്ലേ? സബ് എന്ന് പറയുന്നത് ഒരു മെയിൻ സംഭവം ഉണ്ടാവും, അതിൻ്റെ താഴെ വരുന്നതിന് നമ്മൾ സബ് എന്ന് പറയും, അല്ലേ? അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സബ് എന്ന് പറയും. അതേപോലെ നമുക്കൊരു മെയിൻ മാട്രിക്സ് ഉണ്ട്, ആ മാട്രിക്സിൻ്റെ ചില കോളംസും റോസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനെല്ലാം ആ മാട്രിക്സിനെ നമുക്ക് സബ് മാട്രിക്സ് എന്ന് വിളിക്കാം. ഇവിടെ ഒരു ഉദാഹരണത്തിന് ലെറ്റ്സ് സേ ദിസ് ഈസ് മാട്രിക്സ് എ. ഇതിൽ ലാസ്റ്റ് കോളം ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു മാട്രിക്സ് കിട്ടും. അപ്പോൾ ഇതിനെ സബ് മാട്രിക്സ് ഓഫ് മാട്രിക്സ് എ എന്ന് എനിക്ക് വിളിക്കാം. അതേപോലെ ഇവിടെ ഞാൻ ഇത്രയും പോർഷനും ഇത്രയും പോർഷൻ, സോ ദ സെക്കൻഡ് കോളം ആൻഡ് സെക്കൻഡ് റോ, അത് രണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ എനിക്ക് കിട്ടുന്ന മാട്രിക്സ് ഇതേപോലെ ആയിരിക്കും, 2x2 മാട്രിക്സ് ആയിരിക്കും. അത് സബ് മാട്രിക്സ് ആണ്, മേജർ മാട്രിക്സിൻ്റെ സബ് മാട്രിക്സ് ആയിട്ട് എനിക്ക് പറയാം. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് മാട്രിക്സ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് മാട്രിക്സ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇമേജ് പ്രോസസ്സിങ്ങിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. ഇനി അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളും, എന്താണ് ഓർഡർ ഓഫ് മാട്രിക്സ്, എന്താണ് എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ഡിഫൈൻ ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ പഠിച്ചു. ടൈപ്സ് ഓഫ് മാട്രിക്സ്, 11 ടൈപ്പ് ഓഫ് മാട്രിസസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് വർക്ക് ഷീറ്റ്സ് ഉണ്ട്, അത് നമ്മൾ സോൾവ് ചെയ്യണം. അതേപോലെ തന്നെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലും ഉണ്ട്, അതും നിങ്ങൾ വീഡിയോ കാണുന്നതോടുകൂടി തന്നെ അതും നിങ്ങൾ ഫോളോ ചെയ്യണം. അതിലുള്ള പ്രോബ്ലംസ് ചെയ്യണം, അതേപോലെ വർക്ക് ഷീറ്റിലെയും പ്രോബ്ലംസ് നമ്മൾ ചെയ്യണം. ഓക്കെ, താങ്ക് യു.